ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ വൃന്ദ. അപ്പോൾ ഞാനിന്ന് എൻ്റെ കമ്മൽ കളക്ഷൻസ് കാണിക്കാൻ പോവാണ് നിങ്ങളെല്ലാവരും. അത്യാവശ്യത്തിലധികം കമ്മൽ കളക്ഷൻസ് എനിക്കുണ്ട്. മൊത്തം എൻ്റെ മാത്രമാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നുണ്ടോ? കിളികളുടെയാണ്. ഞാൻ വീട്ടിലുള്ളത്. ഇത് ഈ ഒരു കുഞ്ഞു ബോക്സിൽ കുറച്ച് ഇതുള്ളൂ. അതെന്താ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടേന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെയാണ്. പിന്നെ ഈ ഒരു ബോക്സ് നിറയെ എൻ്റെ കമ്മലാണ്. സാരി കൊടുത്തിരിക്കുന്നത് ഞാൻ റീലെടുക്കായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് എന്താ പറയുക ആഡംബരമായി തുടങ്ങിയെന്ന് കുഞ്ഞു കുഞ്ഞിതിലേക്ക് വരാം. കൂടുതലും ചിലതൊക്കെ ചേച്ചിയുടെ ഉണ്ട്, അല്ല കുറേയൊക്കെ ചേച്ചിയുടെയാണ്. എൻ്റെ ആണ് ഫസ്റ്റത്തെ എൻ്റെ വലിയൊരു കമ്മൽ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഞാൻ വാങ്ങിയതാണ് എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ വേറെ നല്ല രസമാണ്. ഞാൻ ഇതിട്ടിട്ട് എനിക്കൊരു ഫോട്ടോ ഉണ്ട്, ഞാനതിവിടെ ടാഗ് ചെയ്യാം. നല്ല രസമാണ് ഇതിട്ടിട്ട് കാണാനായിട്ട്. കാണിച്ചു തരാം. നല്ലൊരു വൈബില്ലേ, ലൈക്ക് ഇങ്ങനെ രാജ്ഞി വൈബൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമാണ്. എൻ്റെ ചേച്ചി മേടിച്ചതാണ് കേട്ടോ. അത് മീഷോന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ റീസെൻ്റ്ലി മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതും എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഞാൻ ഇത് ആ കുരുവിട്ട് വെയർ ചെയ്തിട്ടുള്ളൂ ഡാൻസിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ലുക്കില്ലേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മാത്രം ജുംക്ക. എനിക്ക് ജുംക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ജുംക്ക ആയിരിക്കും കൂടുതൽ. ഈ ഒരു കമ്മൽ ഇത് ഞാൻ പകുതിയും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ, എവിടേക്കും ഇട്ടിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ മേടിച്ചു വയ്ക്കും. കമ്മൽ കണ്ട അങ്ങനെ മേടിച്ചു വയ്ക്കും. അതൊരു തരം അസുഖമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ മേടിച്ചു വയ്ക്കും. ഇതെന്തൊക്കെ ഹലോ, ഞാനിത് എവിടേക്കും ഇട്ടിട്ടില്ല കേട്ടോ. എനിക്കിതിടാൻ അത്ര കോൺഫിഡൻസ് കുറവാണ്. എനിക്കെന്താണെന്നറിയില്ല. ഞാൻ പിന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി സ്യൂട്ടാവുന്നുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഹെയറൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല രസമായി. ഞാൻ അടുത്തത് കാണിക്കാം. കുറച്ചധികം പഴയ ഒരു കമ്മലാണ്. ഇതെൻ്റെ ചേച്ചിയുടെ ആണ് കേട്ടോ. ചേച്ചി എപ്പോഴോ എന്തിനോ മേടിച്ചൊരു കമ്മലാണ്. നല്ലൊരു കമ്മലാണല്ലേ. ഈ കമ്മലൊന്നും അങ്ങനെ ചീത്തയാവില്ല എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. കണ്ടോ, ഇതെനിക്കിപ്പോഴും ഇടാൻ പറ്റും. നല്ലൊരു കമ്മലല്ലേ. അടുത്തത് ഇത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് മേടിച്ചതാണ്. ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ ഇതാണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു കമ്മലാട്ടോ. ഇതൊട്ട് കാണിച്ചാൽ ബാക്കി ഇതൊന്നും കാണുന്നില്ല. ഇത് ഞാൻ യൂസേ ചെയ്തിട്ടില്ലാത്തൊരു കമ്മലാണ്. ഇത് അടുത്ത കമ്മൽ. ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചതാണ്. ഡൽഹിയിൽ ഞാനൊരു പ്രൊജക്റ്റിന് പോയിരുന്നു. അപ്പം തന്നെ ഒരു കുന്ന് കമ്മലുകൾ മേടിച്ചിട്ടുണ്ട്. ഇതും എനിക്ക് എല്ലാ കമ്മലും നന്നായി ചെയ്യുന്നുണ്ടല്ലേ. കമ്മൽ ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. സിൽവറിൻ്റെ കമ്മൽ കുറച്ചധികം ഉണ്ട്. അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചത് ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട് അധികം. ഇത് ഞാൻ അവിടെ ഡൽഹിയിലത്തെ ഹോളിക്ക് ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ പ്രൊജക്റ്റ് അതിന് അപ്പോൾ അവിടെ ഒരു ഹോളി പാർട്ടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഈ കമ്മലിട്ടത്. ഇതും നല്ലൊരു കമ്മല. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഫ്രണ്ടിനെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പം അതെൻ്റെ ഫ്രണ്ടല്ല. ഇത് വേറെ ഒരെണ്ണം ഡൽഹിയിൽ നിന്ന് മേടിച്ചതാണ്. ടിങ് ടിങ് ടിങ്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഇത് ഞാൻ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇടാന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഭയങ്കര അസുഖങ്ങളായിരുന്നു ഡൽഹി എത്തിയപ്പോൾ തൊട്ട്. താജ്മഹൽ വിസിറ്റ് എൻ്റെ നടന്നില്ല. ഇതും നല്ലൊരു കമ്മലാണ്. ഇത് നല്ലൊരു കമ്മലാണ്. ഇത് ഞാൻ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ ഇത് രണ്ടും. റേസ് ഞാൻ മേടിച്ച കമ്മല, പക്ഷെ ഇതിങ്ങനെ പൊട്ടി. ഡൽഹിയിൽ നിന്ന് മേടിച്ചതാണ്, പക്ഷെ പൊട്ടി. ഞാൻ സെയിം മീഷോയിൽ കണ്ടു വെച്ചിട്ട് ഞാൻ അത് വാങ്ങാം. കമ്മല്, ഈ ഒരു കമ്മൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കമ്മൽ വാങ്ങാൻ ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സെയിം ഒരെണ്ണം ഇവിടെ സെയിം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സെയിം മോഡൽ അല്ല,
ഇതിൻ്റെ സെയിം മോഡലല്ലേ ഇതും. കളറൊക്കെ പോയി, പക്ഷേ ഇതിൻ്റെ ഒരെണ്ണം കണ്ടോ, ഒരു ജുംക്ക ഇങ്ങനെ പൊട്ടിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു കമ്മലായിരുന്നു. ഞാൻ അധികം വെയർ ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിപ്പോയതുകൊണ്ട് ഞാനങ്ങ് നിരാശയായി പോയി. അമ്മേ, അയ്യോ ഊരാൻ കിട്ടുന്നില്ല. ഇതപ്പം ഞാനിങ്ങനെ ഒരു ദിവസത്തെ അപ്പം ലുലു പോയപ്പോൾ വന്നപ്പോൾ ഞാനിങ്ങനെ മേടിച്ചതാണ്. ലുലു എന്നല്ല കേട്ടോ, ലുലുന്ന് പുറത്തൊരു ചേട്ടൻ കമ്മലുകാരൻ നടത്തുന്നുണ്ട്. ആ ചേട്ടൻ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളത്. നല്ല കമ്മലല്ലേ. ഡൽഹിയിൽ നിന്ന് മേടിച്ചത് ഞാനല്ലത്, എനിക്ക് എൻ്റെ ഫ്രണ്ട് മേടിച്ചതെന്താ, അഞ്ചന മേടിച്ചതെന്താ. ഇതെൻ്റെ എല്ലാ റീൽസിലും എല്ലാത്തിലും ഞാനിടുന്ന അതേ കമ്മൽ സെയിം. ഇതെൻ്റെ ചേച്ചിയുടെയാണ്. ഞാനത് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ ഫെയർവെല്ലിന് അവൾ 10th ഫെയർവെല്ലിനാണോ പ്ലസ് ടുവിലത്തെ ഫെയർവെല്ലിന് അവൾ ഇട്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മൽ ഉണ്ടാക്കിയതാണ് നമ്മളെ ഒരു ഫേവറേറ്റ് ആൻറ്റി ഉണ്ടാക്കിയതാണ്, ചെറിയ ആൻറ്റി ഉണ്ടോ. ഇത് ഞാൻ ആ സമയത്ത് ഇത്ര വലിയ ജുംക്ക ഭയങ്കര വെയിറ്റ് ആയിരുന്നു അന്ന്, പക്ഷെ ഇന്ന് വലിയ വെയിറ്റ് ഒന്നും തോന്നിക്കണില്ല. ഡാൻസിന് കിട്ടിയതാണ്. ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിന് മേടിച്ചതാണ് എനിക്ക് ഇടാൻ. ഇതെൻ്റെ ഒരു മാലയുണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഓണത്തിന്, ഓഫീസിലത്തെ ഓണത്തിന് മേടിച്ചത്. അപ്പം അതിൻ്റെ കൂടെ കിട്ടിയ കമ്മലാണിത്. വേറൊരെണ്ണം, ഇതും നല്ലൊരു കുഞ്ഞു കമ്മലാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്മലുണ്ടാവില്ല, അങ്ങനത്തെ കമ്മൽ. ഇതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സിൽവറും ഉണ്ടോ, എൻ്റെ എങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിൽ ഉണ്ടോ, കണ്ടോ, കാണാണ്ടായിപ്പോയി. റിസപ്ഷന് ഞാനൊരു ഗൗണാണ് വെയർ ചെയ്തിരുന്നു. ഇവിടെയൊക്കെ വർക്കായിട്ട് ഒരു ഡിസൈനർ ഗൗൺ പോലെ തോന്നിക്കും, പക്ഷെ അത് ഡിസൈനർ ഗൗൺ അല്ലായിരുന്നു. അതിട്ടിട്ട് അതിൻ്റെ കൂടെ ഞാൻ പേരിട്ട് കാണിക്കാം. ഇതെൻ്റെ ചേച്ചിയുടെ. ചേച്ചി എപ്പോൾ മേടിച്ചത്, അവൾക്കൊരു സാരിയുടെ കൂടെ ഇടാനാണ് എന്ത് മേടിച്ചതാണ്. അവൾ ഇടുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ഈ ബോക്സ് എൻ്റെ കയ്യിലുണ്ടാവും, കാരണം അതൊക്കെ എനിക്കുള്ളതാണ്. 22 ആണോ 23 ആണോ 23 എക്സിബിഷനിൽ, തൃശ്ശൂർ എക്സിബിഷന് മേടിച്ച കമ്മലാണ് ഇത്. ഇത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് കോളേജിലിട്ട്, കുറേ ഇട്ടുണ്ട്. അതിൻ്റെ പൊട്ടിപ്പോയി. ചേച്ചിയുടെയാണ്. എൻ്റെ ഒരു വേറൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, കറക്റ്റ് ഈ കളർ ഷോള് വരുന്ന ഒരു ഡ്രസ്സായിരുന്നു. ഇപ്പോൾ അതെനിക്ക് പാകമല്ല, ഞാൻ തടി വെച്ചുകൊണ്ട് അതിനാണ് ഞാൻ ഇതിട്ടിരുന്നത്. ഉണ്ടോ, ഒരു പ്ലസ് ടുവിലൊക്കെ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരുങ്ങി പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ മുടി കെട്ടിപ്പോകും. ഇങ്ങനെ മുടി കെട്ടി പോകുന്ന സമയത്ത് ഞാൻ ഇട്ടിരുന്ന കമ്മലത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മല. കണ്ടോ, ഭയങ്കര ക്യൂട്ടല്ലേ, നല്ല രസമല്ല. അപ്പം ഏകദേശം എൻ്റെ കമ്മൽ കളക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ എവിടേക്കോ മിസ്സായി പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ എൻ്റെ കമ്മൽ കളക്ഷൻ. അപ്പോൾ ഇനിയും ബാക്കി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരോട് ബിഗ് താങ്ക് യു. ഇതെല്ലാം ഇരുന്നിങ്ങനെ ക്ഷമിച്ച് കാണുന്നുണ്ടല്ലോ, താങ്ക് യു. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ട് ഓരോ മേക്കപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുള്ളൂ, വ്ളോഗ് ചെയ്യണ പോലെയൊക്കെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും എന്നെ തന്നെ അങ്ങനെ. അപ്പോൾ ഇപ്പം എനിക്കത് സാധിക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് എന്താ പറയുക, കുറച്ചുകൂടി മോട്ടിവേഷൻ കിട്ടുന്നത് ഇങ്ങനെ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചാണെങ്കിലും കുറേ ആയിട്ടും ഇപ്പോൾ കൂടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, പിന്നെ വ്യൂസും കിട്ടുന്നുണ്ട് ഇപ്പോൾ നല്ലോണം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷനും ഇതൊക്കെ വരികയാണ്. ഓക്കെ, ഇനിയും ചെയ്യണം, നല്ല രസമല്ലേ ഇത്. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. പണ്ട് എന്തോ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ടിക്ടോക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പോസ്റ്റ് അങ്ങനെ പബ്ലിക് പോസ്റ്റ് ആയിട്ടില്ല, പ്രൈവറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. റീൽസും ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എല്ലാ ദിവസവും റീൽസ് എടുക്കുമായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും റീൽസ് എടുത്ത് അങ്ങനെയായിരുന്നു ഞാൻ. നല്ല ചൂടുണ്ട്. അപ്പോൾ എന്നെ ഇന്ന് ഇത്രയും എന്താ പറയുക ഇതൊക്കെ കാണിക്കാൻ എന്നെ ഒരു ലെവലിൽ എത്തിച്ചതിന് ബിഗ് താങ്ക് യു. നിങ്ങളൊക്കെ കാരണമാണ്. എനിക്കിങ്ങനെ കുറേ പേര് കമൻ്റൊക്കെ ചില വീഡിയോസിലൊക്കെ ഇടുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതാണ് എന്താ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഓരോന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ ബിഗ് താങ്ക് യു. എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ എനിക്കിങ്ങനെ പബ്ലിക് സബ്സ്ക്രൈബേഴ്സിനെ കാണാം. അവരൊക്കെ എൻ്റെ മാക്സിമം ഞാൻ തിരിച്ചു സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറേ പേരൊക്കെ എന്തോ കാണാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ ചെയ്യും എൻ്റെ മാക്സിമം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ വേഗം ചെയ്യാം. താങ്ക് യു. ബൈ.